മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സിന്ധു സൂര്യകുമാർ പോലും രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ബംഗാളിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തെ കൈയടിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ. തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ സൃഷ്ടിയാണ്. ഒരിക്കൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു മമത. ബംഗാളിലെ കോൺഗ്രസിനെ പിളർത്തി അതിലൊരു ഭാഗവുമായാണ് 98-ൽ തൃണമൂൽ പിറന്നു വീണത്. CPM-നോട് മൃദു സമീപനമാണ് കോൺഗ്രസിന് എന്നതായിരുന്നു മമതയുടെ പ്രധാന പരാതി. അന്ന് NDA സഖ്യവും മമതയ്ക്കുണ്ടായി. 2000 ആയപ്പോൾ മുഖ്യ പ്രതിപക്ഷമായി. NDAയിൽ നിന്ന് അകന്നപ്പോൾ പിന്നീട് കോൺഗ്രസിനോടും വീണ്ടും NDAയോടുമൊക്കെ ചേരാൻ ഒരാശയ തടസ്സവും മമതയുടെ തൃണമൂലിനുണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തെ തോൽപ്പിക്കൽ മാത്രമായിരുന്നു മമതയുടെ ലക്ഷ്യം. അത് നടന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു CPM സർക്കാരും മറ്റൊരു CPM സംഘടനയുമായി തൃണമൂൽ കോൺഗ്രസും മമതയും മാറി. ബംഗാളിലെ റോഡുകളും വാഹനങ്ങളും ജനജീവിതത്തിന്റെ നിലവാരവും ഒക്കെ മാറ്റമില്ലാതെ തുടരുകയാണ്. ഭരണവും ഗുണ്ടായിസവും TMCയുടെ വകയായി CPM-ന്റേതല്ല എന്നു മാത്രം. ഇനി ഊഴം BJP-യുടേതാണ്. കേന്ദ്രഭരണമുള്ള ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. CPM TMC വഴികളിൽ നിന്ന് എത്രമാത്രം BJP-ക്ക് മാറാൻ കഴിയും എന്നാണ് ജനം കാത്തിരിക്കുന്നത്. മറ്റൊരു TMC മറ്റൊരു CPM എന്ന് തെളിയിക്കാതിരിക്കാൻ സുവേന്ദു അധികാരി പെടാപ്പാട് പെടേണ്ടി വരും. ഇപ്പോൾ കാണുന്നത് CPM മാറിയ കാലത്തെ TMC മാറിയ കാലത്തെ അതേ കാഴ്ചയാണ്. നിങ്ങൾ കേട്ടില്ലേ? സിന്ധു സൂര്യകുമാറാണ് ഈ വിളിച്ചു പറയുന്നത്. കേരളത്തിലെ BJP-യെ കുറിച്ച് പറഞ്ഞതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് ബംഗാൾ പൊളിറ്റിക്സിനെ കുറിച്ച് എന്താണ് സിന്ധു സൂര്യകുമാർ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? അതായത് CPM അവിടെ 30-35 വർഷക്കാലം ഭരിച്ചിരുന്ന സമയത്ത് അവിടെ നിലവാരമില്ലാത്ത റോഡുകളായിരുന്നു, അവിടെ നിലവാരമില്ലാത്ത ജീവിതമായിരുന്നു. സാധാരണക്കാർക്ക് അങ്ങേറ്റത്തെ ഗുണ്ട ആക്രമണങ്ങളായിരുന്നു. സാധാരണക്കാരന് ബംഗാളിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് പിന്നീട് അവിടെ മമതാ സർക്കാരിനെ ബംഗാൾ ജനത തിരഞ്ഞെടുക്കുന്നത്. ആ മമതാ സർക്കാർ മുമ്പുള്ള CPM സർക്കാർ എങ്ങനെ മുന്നോട്ട് പോയോ അതേ ശൈലിയിൽ ഗുണ്ടാവിളയാട്ടവും, നിലവാരമില്ലാത്ത റോഡുകള്, നിലവാരമില്ലാത്ത ജനജീവിതം, നിലവാരമില്ലാത്ത രീതിയിൽ തന്നെയാണ് മമതാ ബാനർജിയും ഈ പറയുന്ന ബംഗാളിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് സിന്ധു സൂര്യകുമാർ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, മമതാ ബാനർജിയുടെ സർക്കാരിനെ മടുത്തിട്ട് ജനങ്ങൾ കൂട്ടത്തോട് കൂടിയിട്ട് BJP-യെ തിരഞ്ഞെടുത്തതാണ്. ഇവിടെ എന്താണ് പൊളിഞ്ഞു വീഴുന്നത്? നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിച്ചിട്ടില്ലായിരുന്നോ? കേരളത്തിലെ കോൺഗ്രസിന്റെ വിജയത്തെ രാഹുൽ ഗാന്ധി അംഗീകരിച്ചു, തിരഞ്ഞെടുപ്പിൽ പ്രശ്നമില്ല. തമിഴ്നാട്ടിലെ ഈ പറയുന്ന ഈ വിജയുടെ പാർട്ടിയുടെ വിജയത്തെ രാഹുൽ ഗാന്ധി അംഗീകരിച്ചു, തിരഞ്ഞെടുപ്പിൽ പ്രശ്നമില്ല. അതേ സമയത്ത് മമതാ ബാനർജിയുടെ ഈ തോൽവിയെ, ബംഗാളിലെ BJP-യുടെ വിജയത്തെ, ആസാമിലെ BJP-യുടെ വിജയത്തെ ഇതൊന്നും തന്നെ രാഹുൽ ഗാന്ധി അംഗീകരിച്ചിരുന്നില്ല. വോട്ട് ചോരി ആരോപണവുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. എന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും ബംഗാളിലെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയെ തള്ളിയിരിക്കുന്നതാ ഈ സിന്ധു സൂര്യകുമാർ ഈ വിളിച്ചു പറഞ്ഞത്. അവർ കൃത്യമായിട്ട് പറയുന്നു, ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് BJP-യെ വിജയിപ്പിച്ചതാണ്. അത്രത്തോളം അവിടെ മമതാ ബാനർജിയൊക്കെ നാട് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJP-യിലൂടെ ബംഗാളിലെ ഒരു നല്ല കാലത്തെ ബംഗാൾ ജനത സ്വപ്നം കാണുന്നു. അതിനിടയ്ക്ക് കൂടി നന്നായിട്ട് പറയുന്നുണ്ട് സിന്ധു സൂര്യകുമാർ, സുവേന്ദു അധികാരിയെ കൊണ്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ, അതേപോലെ കാഴ്ച എന്നൊക്കെ. സിന്ധു സൂര്യകുമാറിനോട് പറയാനുള്ളത്, നിങ്ങൾ കേരള സർക്കാരിനൊക്കെ VD സതീശനൊക്കെ ഒരുപാട് സമയം കൊടുക്കുന്നുണ്ടല്ലോ. സുവേന്ദു അധികാരി ബംഗാളിൽ അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ രീതിയിൽ ബംഗാളിലെ ജനതക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്ക് ഇപ്പോ സർക്കാർ ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കേണ്ട, അവിടെ 5 രൂപക്ക് ഈ പറയുന്ന മീൽസ് ഉൾപ്പെടെ, അതായത് ഫിഷ് ഉൾപ്പെടെയുള്ള മീൽസ് കൊടുക്കുന്നു, വെറും 5 രൂപക്ക്. സകല മലയാളികളും തിരിച്ചറിയാ, സുവേന്ദു അധികാരി ബംഗാളിൽ അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ മാറ്റങ്ങൾ, സമാനതകളില്ലാത്ത രീതിയിൽ ബംഗാളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതേ പ്രമുഖ മാധ്യമങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴും BJP ജയിച്ചതിനെ കുറിച്ച് വാർത്ത കൊടുക്കേണ്ടി വരുമെന്ന് ഞാനിപ്പോ എടുത്ത് മുന്നോട്ട് വെക്കുന്നു. ഇനി കേരളത്തെ കുറിച്ച് BJPയെ കുറിച്ച് ഇതേ സിന്ധു സൂര്യകുമാർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അധികാരവും പാർട്ടിയും കയ്യിൽ ഉണ്ടായിരുന്നിട്ടും പിണറായി വിജയന് കേരളത്തിലെ തോൽവി മുൻകൂട്ടി കാണാനായില്ല. ജനവികാരം എതിരാണ്, ജനമെതിരാണ് എന്ന ഒരു സൂചനയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിയുടെ അനിഷേധ്യ നേതാവിനും കിട്ടിയില്ല എന്നതാണ് വസ്തുത. മമതാ ബാനർജിക്ക് കുറച്ചൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്ര കനത്ത തോൽവി അവരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പിന്നെ ഭരണവും പാർട്ടിയും ഒക്കെ കൈപ്പിടിയിലാണ് എന്ന് ഇവർ പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കും? ഏതാനും ചില സംഘങ്ങളുടെ ഒതുക്കത്തിലുള്ള ഒരു കൂട്ടിൽ ഇരിക്കുകയായിരുന്നു ഇവർ എന്ന് വേണമല്ലോ നാം മനസ്സിലാക്കാൻ. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ബൈപോളാർ പൊളിറ്റിക്സ് എന്ന 2 മുന്നണികൾ മാത്രമുള്ള ആ രാഷ്ട്രീയം ഇല്ലാതാവുന്നു. 3 അംഗങ്ങളാണ് BJPക്കുള്ളത്. ദീർഘകാലത്തെ അധികാരം, അതിൽ നിന്ന് ഉയരുന്ന ജനരോഷം, പിന്നീടുണ്ടാകുന്ന നേതൃമാറ്റം, അതാണ് ഇതുവരെ നാം ഇത്തരം സാഹചര്യങ്ങളിൽ കണ്ടുപോന്നിട്ടുള്ളത്. ഇത്തവണ പക്ഷേ കേരളത്തിൽ അതുണ്ടാകുന്നില്ല. ബംഗാളിൽ അത് ഉണ്ടാക്കാനായി റിബൽ പ്രവർത്തനം നടക്കുന്നു. കേരളത്തിൽ പാർട്ടിയുടെ വിലയിരുത്തലുകൾ നടക്കുകയാണ്. പിണറായി വിജയനും MV ഗോവിന്ദനും മാറണം എന്നാണ് നേതാക്കളുടെയും അണികളുടെയും ആഗ്രഹം. പക്ഷേ അവർ അതിന് തയ്യാറായിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ, പിണറായി വിജയൻ മാറണമെന്ന് നേതാക്കന്മാർക്കും അണികൾക്കും വലിയ താല്പര്യമുണ്ട്. പക്ഷേ ഇത് ഒരു തരത്തിലും പിണറായി വിജയനോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അംഗീകരിക്കുന്നില്ല. ഇത്തരം ചില കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ഈ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആയിട്ടുള്ളത്. ഒരു കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. സിന്ധു സൂര്യകുമാർ പോലും നമ്മുടെ കേരളത്തിലെ 3 BJP MLA-മാരെ വളരെ ഭയത്തോടു കൂടി തന്നെയാ നോക്കിക്കാണുന്നത്. കാരണം ഇവരൊക്കെ തന്നെ BJP വിരുദ്ധരാണ്. ഇവർക്ക് എങ്ങനെയും BJP പരാജയപ്പെടലാണ് ലക്ഷ്യം. എന്നാൽ ഇവിടെ BJP വളരാൻ പോകുന്നു എന്ന് അവര് പോലും തുറന്ന് സമ്മതിക്കുക. ഇവിടെ 2 മുന്നണികളുടെ ഒരു കാലം മാറിയിരിക്കുന്നു. ഇനി 3ാം മുന്നണി വന്നിരിക്കുന്നു. ഇവിടെ BJPക്ക് 3 MLA-മാർ വന്നിരിക്കുന്നു. കേരള രാഷ്ട്രീയവും മാറാൻ പോകുന്നു എന്ന് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. വളരെ വലിയ രീതിയിൽ കേരളത്തിൽ BJP വളരാൻ പോവുക. CPM എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധിക കാലം ഭരിച്ചു മുന്നോട്ട് പോയിട്ടുണ്ടോ, ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമാണ്. അവിടെയൊക്കെ തന്നെ ഈ പാർട്ടി തകർന്ന് തരിപ്പണമാവാറുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ CPM പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരാളികൾ ഒന്നും തന്നെ ചെയ്യേണ്ട. അതിന് പിണറായി വിജയനും കൂട്ടരും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം തന്നെ നീക്കി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിടിവാശി പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനമൊക്കെ ഏറ്റെടുത്തത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെയും അധപ്പതനത്തിന്റെ തുടക്കമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളൊക്കെ തന്നെ ഈ സമയത്ത് തന്നെ BJPയിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കേരള രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് BJP കാഴ്ചവെക്കാൻ പോകുന്നത്. അത് സിന്ധു സൂര്യകുമാറെ പോലെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഉള്ളാലെങ്കിലും സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തരത്തിൽ അവിടെയും ഇവിടെയും തൊട്ടുകൊണ്ടുള്ള വാർത്തകൾ പറയുമ്പോൾ സകല മലയാളികളും തിരിച്ചറിയേണ്ടത്.